നമ്പർ ഇല്ലേ? അങ്ങനെ ഞങ്ങൾ യാത്ര തിരിക്കാൻ പോവുകയാണ്. മൂന്നാർ വാഗമണ്ണാണ് ആദ്യം തീരുമാനിച്ചതെങ്കിലും ചെറിയൊരു മാറ്റം വരുത്തി വാഗമൺ ഒഴിവാക്കി ആതിരപ്പള്ളിയിലേക്ക് മാറ്റി. ബസ്സിൽ കയറിയപ്പോൾ തന്നെ നല്ല ആവേശത്തോടെയാണ് ആളുകളൊക്കെ ഉള്ളത്. കുട്ടികളൊക്കെ അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ കുറേ ഇങ്ങനെ നോക്കി നിന്നു. ചുക്ക് കാപ്പി വിതരണം ഉണ്ടായിരുന്നു, അതിനിറങ്ങിയതാണ്. ഡ്രൈവർക്ക് കാപ്പിയൊക്കെ കൊടുത്തു. അങ്ങനെ രാവിലെ നേരം വെളുക്കുമ്പോൾ ഒരു 6 മണിയായിട്ടാണ്. ആ സമയത്താണ് നമ്മൾ ആദ്യമായിട്ടുള്ള കാഴ്ച ഈ ചീയപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ച കാണുന്നത്. മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ പോകുന്ന വഴിക്ക് ഫസ്റ്റ് കാണാൻ പറ്റുന്ന ഒരു കാഴ്ച തന്നെയാണ് അത്. രാവിലെ തന്നെ കാണുകയാണെങ്കിൽ വളരെ മനോഹരമായിരിക്കും. മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ പോകുന്ന വഴികളുടെ കാഴ്ചകളൊക്കെ വളരെ മനോഹരം തന്നെയാണ്. സൈഡ് കാഴ്ചകളായാലും തേയിലത്തോട്ടങ്ങളും പല ഇതും കാണാൻ നല്ല ഭംഗിയുണ്ട്. എല്ലാവരും പുറം കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് യാത്ര. അവിടുന്ന് കുറച്ച് ദൂരമുണ്ട്, കറക്റ്റ് ദൂരം ഓർമ്മയില്ല. പോകുന്ന വഴിക്ക് തന്നെ 2-3 ഡാമുകളുണ്ട്. അതൊക്കെ തിരിച്ചു വരുമ്പോൾ കാണാനുള്ള രീതിയിലാണ് പോകുന്നത്. ആദ്യം ടോപ്പ് സ്റ്റേഷൻ പോയി തിരിച്ചു വരുമ്പോൾ ഇവിടെയൊക്കെ ഇറങ്ങി എക്കോ പോയിൻ്റൊക്കെ ഉണ്ട്, അവിടെയൊക്കെ ഇറങ്ങി തിരിച്ചു വരാനാണ് പ്ലാൻ. ടോപ്പ് സ്റ്റേഷൻ എത്തിയപ്പോൾ തന്നെ അവിടെ ബ്ലോക്കാണ്. കുറച്ച് പുറകോട്ടാണ് വണ്ടി നിർത്തിയത്. കോട ഇറങ്ങിയിട്ട് ഫുള്ളായിട്ടൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥ പോലെ തന്നെ. നല്ല തണുപ്പും. ഏകദേശം ഒരു മഞ്ഞ് മൂടിയ കാലാവസ്ഥ തന്നെ. ടോപ്പ് സ്റ്റേഷൻ വന്നു കഴിഞ്ഞാൽ താഴോട്ടുള്ള വളരെ ഭംഗിയുള്ള കാഴ്ചകളാണ്. പക്ഷേ അത് ഈ കോട ഇറങ്ങിയത് കാരണം ഒന്നും കാണാൻ പറ്റിയില്ല. മൂന്നാർ ഊട്ടിയൊക്കെ പോകാനുള്ള പ്രധാന കാരണം അവിടുത്തെ ക്ലൈമറ്റ് തന്നെയാണ്. അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കാഴ്ചകൾ കുറച്ച് മറഞ്ഞെങ്കിലും ആസ്വാദനത്തിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. കോടമഞ്ഞിനാൽ മൂടപ്പെട്ട നല്ല തണുത്ത കാലാവസ്ഥ ഇവിടെ വരുന്ന ആർക്കായാലും ഇഷ്ടപ്പെടുന്ന ഒരു ക്ലൈമറ്റ് തന്നെയാണ്. എത്ര പോയി കഴിഞ്ഞാലും മടുക്കാത്ത ഒരു അനുഭവം തന്നെയാണ് മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ നമുക്ക് തരുന്നത്. യാമിനി വ്രീളാവതിയായി തെന്നൽ തഴുകുമ്പോൾ തളരും താമരമലരായി തുടുതുടി തുടുക്കും പൂങ്കവിൽ മദനന്റെ മലർക്കൂടമായി പ്രണയനിലാ കിളിവാതിൽ ആദി തുറന്നതാരാണ് കോടമഞ്ഞിൽ താഴ്വരയിൽ രാക്കടമ്പു പൂക്കുമ്പോൾ
അങ്ങനെ ടോപ്പ് സ്റ്റേഷനെ കണ്ട് തിരിച്ചിറങ്ങാനുള്ള പരിപാടിയിലാണ്. പോകുന്ന വഴിക്ക് ചെറിയൊരു പർച്ചേസിങ് നടത്താനുള്ള ഇഷ്ടംപോലെ സാഹചര്യം അവിടെ ഉണ്ട്. മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആദ്യം ഇറങ്ങിയ ഒരു ഡാം സൈറ്റാണ് കുണ്ടള ഡാം സൈറ്റ്. മൂന്നാറിൽ നിന്ന് ഏകദേശം ഒരു 30 കിലോമീറ്റർ ദൂരം മാത്രമേ ഇവിടേക്കുള്ളൂ. കുതിര സവാരിയും ബോട്ട് യാത്രയൊക്കെയാണ് ഇവിടുത്തെ മെയിൻ പ്രത്യേകത. പിന്നെ എടുത്തു പറയാനുള്ളത് ഇവിടുത്തെ ഫോട്ടോഗ്രാഫേഴ്സിനെ കുറിച്ചാണ്. ഒരു 20 രൂപ ചാർജ് ചെയ്ത ഒരു ഫോട്ടോ നല്ല ഭംഗിയായി തന്നെ അവർ ഫോട്ടോ എടുത്ത് തരുന്നുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചിറങ്ങുകയാണ്. അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് എക്കോ പോയിന്റ് വരുന്നത്. അപ്പോൾ വരുമ്പോൾ എക്കോ പോയിന്റിൽ ഇറങ്ങി. ഭംഗിയുള്ള സ്ഥലം തന്നെയാണ് ഈ എക്കോ പോയിന്റും. അവിടെ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫോട്ടോഗ്രാഫർ അവിടെ ഉണ്ടായിരുന്നു. അവിടുന്ന് ഓരോ ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ തന്നെ പ്രിൻ്റ് എടുത്ത് തരാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. അതും നല്ല ക്ലാരിറ്റി ഉള്ള ഫോട്ടോ തന്നെയാണ്. അവിടുന്ന് ഞങ്ങൾ തിരിച്ചു വരുമ്പോഴാണ് പോകുന്ന വഴിക്ക് വലിയൊരു ആന, 2 ആന ഉണ്ടായിരുന്നു. ഈ ആനേനെ കണ്ടു. കുറച്ച് മുമ്പേ നേരത്തെ പോകുമ്പോഴും കണ്ടിരുന്നു, പക്ഷേ എത്രത്തോളം അടുത്ത് കണ്ടില്ല. അങ്ങനെ ഇനി തിരിച്ച് റൂമിലേക്കാണ്. അവിടെ രാത്രി DJ പാർട്ടിയൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക്
നമ്മുടെ കോഴിക്കോട് കൽവിലെ തേനൊഴുകണ പോയി 밤이 오면 심장이 뜨거워지는 여자 그런 반전 있는 여자 사랑해 낮에는 너만큼 따사로운 저 사랑해 커피 시키도 오빤 강남스타일 강남스타일 오빤 강남스타일 강남스타일 오빤 강남스타일 Last song, ready? Last song.